ഓ എന്റെ അമ്മേ. മിൻഷേ, ഡീ, എന്താമ്മ ദേ ഒരു കടച്ചക്ക കിട്ടിയിട്ടുണ്ട്. ഇത് എവിടുന്ന കിട്ടിയ? അപ്പുറത്തെ ചേച്ചി തന്നതാ. അതെയോ? നിന്റെ കൂട്ടുകാര് പറഞ്ഞില്ലേ കടച്ചക്ക കറി വെക്കുന്നു, കാണണമെന്ന് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ? കൊണ്ടുപോയി നന്നായി വെക്കി. ഇന്ന് കടച്ചക്ക കറി ഉണ്ടാക്കാം അല്ലെ? കടച്ചക്ക കറി ഓക്കെ, ഉണ്ടാക്കാം. ഉണ്ടാക്കാട്ടാ. ഉം. നമ്മൾക്ക് ദേ ഇന്നൊരു കടച്ചക്ക കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഇന്നൊരു കറി ഉണ്ടാക്കാം അല്ലെ? ആരോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കടച്ചക്ക വെക്കുന്ന വീഡിയോ ഒന്ന് ഇടുവോന്ന്. നമുക്ക് കടച്ചക്ക തോരനായിട്ടോ കറിയായിട്ടോ പുഴുക്കായിട്ടോ എങ്ങനെ വേണേലും വെക്കാട്ടോ. നമ്മൾ ഇന്ന് കറിയാണ് വെക്കാൻ പോണത്. ഇവിടെ എപ്പോഴും എല്ലാവർക്കും ചാറുകറി വേണം. അപ്പൊ നമ്മൾ ഇന്ന് ചാറുകറിയാണ് ഉണ്ടാക്കാൻ പോണത് ട്ടാ. എല്ലാവരും കടച്ചക്ക വറുത്തരച്ച് നാളെയൊക്കെ വറുത്തരച്ചിട്ടാണ് കറി വെക്കാറ്. നമ്മൾ ഇവിടെ വറുത്തരയ്ക്കാണ്ടാണ് കേട്ടോ കറി വെക്കണത്. നമ്മൾ കടച്ചക്ക വെറുതെ കറി വെച്ചാലും നല്ല കൊഴുപ്പായിരിക്കും കേട്ടോ. പിന്നെ വറുത്തരച്ചും കൂടെ കറി വെക്കുമ്പോൾ വല്ലാണ്ട് അങ്ങ് കുറുകിയിരിക്കും. ഇങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പണി കഴിയും ചെയ്യും. സിമ്പിൾ ആണ് കേട്ടോ. അപ്പൊ അതേ നമ്മളുടെ കടച്ചക്കയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് കൂനൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് മാറ്റി വെച്ചു. ഇനി നമ്മളൊരു ചട്ടി അടപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കുറച്ച് ഇഞ്ചി പച്ചമുളക് സവോള വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. അതൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുറച്ച് ബീഫ് മസാലയും കൂടി ഇട്ടിട്ട് നമുക്കതൊന്ന് വഴറ്റിയെടുക്കണം. പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു തക്കാളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മളുടെ കടച്ചക്ക വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോ ഇവിടെ പച്ചവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തേക്കണത്. തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല. അപ്പൊ അതേ നമ്മള് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ നമ്മൾ കഴുകി വാരി വെച്ചിട്ടുള്ള കടച്ചക്ക അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. നമ്മളുടെ കറിയിലത്തെ വെള്ളമൊക്കെ വറ്റി ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കടച്ചക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി ഒക്കെ വെക്കുന്ന അതേ ഒരു ടേസ്റ്റിൽ നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. സിമ്പിൾ ആണ്. വറുത്തരച്ചൊക്കെ വെക്കാനാണെങ്കിൽ ഭയങ്കര പണിയാന്നേ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യല് കടച്ചക്ക കറി മുതിര തോരനാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലൊക്കെ ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് അമ്മയ്ക്ക് കൊടുക്കാം അല്ലെ? അമ്മ കഴിച്ചിട്ട് അഭിപ്രായം പറയട്ടെ. കടച്ചക്ക കറി വെച്ചാ അതിന്റെ മോളെ സൂപ്പറായിട്ട് ഇറച്ചി കറി പോലെയുണ്ട്. നല്ല കറിയുണ്ട്.